കല്ലേറ്റിങ്ങര സജീവേട്ടൻ്റെ കൂടെ സജീവേട്ടനെ സംബന്ധിച്ചോളം അത്യാവശ്യം ടെററായിട്ടൊരു മനുഷ്യനായിരുന്നു അന്നത്തെ കാലത്ത്. പുള്ളി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കാലത്ത് അത്യാവശ്യം കാര്യങ്ങൾ ടെററായിട്ടുള്ള നടന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയി വലുതായതുകൊണ്ട് ആ ഒരു രീതിയിൽ വീടൊക്കെ മാറി താമസിക്കുന്നത് നമ്മൾ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു സമയത്ത് സജീവേട്ടൻ്റെ കൂടെയുള്ള ഒരു ആന പഠിത്തം അല്ലെങ്കിൽ ആനപ്പണി പഠിത്തം സജീവേട്ടനും ആശാനും വിജയാനിക്ക് നിന്നിരുന്നു. എന്തായാലും ഇവർ രണ്ടാളും എൻ്റെ ആശന്മാരെന്ന് എനിക്ക് പറയാം കൂടുതൽ. പിന്നെ വേലതേട്ടൻ്റെ ഇങ്ങനെ അത് ഞാൻ പറയാം. അപ്പോൾ സജീവേട്ടൻ എല്ലാ കാര്യവും സ്പീഡാണ്. ആള് സ്വിച്ചിട്ട പോലെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇവിടെ നടക്കാൻ പറഞ്ഞ കാര്യം ആള് ചിലപ്പോ 2 മിനിറ്റിനുള്ളൊക്കെ ചിലപ്പോ അത്ര നീളാ. അപ്പൊ നമ്മുടെ കൂടെ സജേട്ടൻ ഇപ്പൊ ഞാനും സജേട്ടനും കൂടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ സജേട്ടൻ പറയും, നീ വല്ല നടക്കല, നീ സ്പീഡിലാണെന്നേ. സ്പീഡിൽ നടക്കും കാര്യങ്ങളായാലും, ചോറ് പിടിക്കാനായാലും ചായ കുടിക്കാനായാലും വേറെ എന്ത് കാര്യങ്ങളൊക്കെ ആയാലും എല്ലാ കാര്യവും സ്പീഡാ. പട്ട വെട്ടാനായാലും ഒക്കെ സ്പീഡാ. അത് കഴിഞ്ഞിട്ട് പട്ട വെട്ടി കഴിഞ്ഞാൽ 10 മിനിറ്റ് ആൾ ഇരിക്കുള്ളൂ ആശാന്റെ കൂടെ നിൽക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വയ്യെങ്കിലും ആള് എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ആശാന്റെ കുഞ്ഞുമോൻ ചേട്ടനും കല്ലേറ്റ് സജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടണ്ട കട്ടക്ക് നിൽക്കും. അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളാണ് പിന്നെ മുച്ചേരി കണ്ണേട്ടൻ. കണ്ണേട്ടൻ്റെ കൂടെ ഞാൻ പണിയെടുത്തില്ലെങ്കിൽ ചുള്ളിപ്പറമ്പിൽ ഞങ്ങളൊപ്പം അവിടെ 5 ആന ഉണ്ടാകുമ്പോൾ ഒപ്പം പണിയെടുത്തായിരുന്നു. സജീവേട്ടൻ്റെ കൂടെ ആനപ്പണി പഠിക്കാനായിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു? സജീവേട്ടൻ്റെ കൂടെ ഞാൻ വിജയനാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് ഞാൻ പിന്നെ പാമ്പാടിയാനൊക്കെ. വിജയനാനയുടെ കൂട്ടത്തിൽ എത്ര കാലം ഉണ്ടായിരുന്നു? വിജയനാനന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ 1 മാസത്തോളം ഉണ്ടായിരുന്നു. 1 മാസത്തോളം നിന്നുള്ളൂ. ആ 1 മാസം എന്ന് പറഞ്ഞാൽ ടഫ് തന്നെയായിരുന്നു കാര്യം. വിജയനാനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ കല്ലേറ്റിങ്ങനെ സജീവേട്ടനായാലും മന്നായി കുഞ്ഞുമോൻ ചേട്ടനായാലും ആന്റെ കാര്യത്തിന് കഴുകേണ്ട കാര്യത്തിന് മുട്ടണ്ട അങ്ങനെ കഴുകാം. ഇപ്പൊ നമ്മളിപ്പോ ആന കഴുകാണ് ഇവരെല്ലാം കഴുകും. നമ്മള് അന്ന് നമുക്ക് കഴുകാൻ ചങ്ങലവെറ്റിന്റെ താഴെ കഴുകാൻ പറ്റുള്ളൂ. അത് മാത്രം നമുക്ക് കഴുകുമ്പത്തിന് 2 കപ്പലുണ്ടാവില്ല. മനസ്സിലായ കഴുകി അത്ര വൃത്തിയാക്കണം. ഓരോ പൂരപ്പറമ്പില് നമ്മള് പോകുമ്പോ ഇന്നിപ്പോ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂരപ്പറമ്പിലും ആന കഴുകി മണ്ണിറക്കുന്നുണ്ട്. എല്ലാ ഇപ്പം ഈ പാറക്കാട് അമ്പലത്തിൽ പൂരാണെങ്കിൽ നമുക്ക് ഈ 14 ജില്ലത്തെ ആൾക്കാർ തന്നെ ഒരു പൂരത് അത്രയും ജനങ്ങളാവും. അപ്പൊ ഓരോ ആനേനെയും നോക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആൾക്കാർ പോലെയാണ് ആനയെ കൊണ്ടു നടക്കുന്നത്. അത്ര വൃത്തിയായി കൊണ്ടു നടക്കണം.